Honorable Speaker, sir, on behalf of my senior colleague Shri Jagat Prakash Nadda ji, I rise to move that in pursuance of Section 4G... പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ചയാകാമെന്ന് പ്രതിപക്ഷ സ്പീക്കർ അറിയിക്കുകയായിരുന്നു. 10 മണിക്കൂർ വരെ ചർച്ചയാകാമെന്ന് കിരൺ റിജിജു അറിയിച്ചു. പക്ഷേ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് കോൺഗ്രസ്. പ്രധാനമന്ത്രി എവിടെ, അമിത്ഷാ എവിടെ എന്നടക്കമുള്ള ചോദ്യം ഉയർത്തി പ്രതിപക്ഷവും പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. സായികുമാറിലേക്ക് പോവുകയാണ്. സായികുമാർ, ഇതുവരെ നടന്ന നടപടികൾ എന്തൊക്കെയാണ്? ചോദ്യങ്ങൾ ആരൊക്കെ ഉയർത്തി? എന്താണ് നിലവിൽ നടക്കുന്നത്? ശ്രുതി, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് രാജ്യവ്യാപക പ്രക്ഷോഭം, അതിനുശേഷം ഒരു മന്ത്രിയുടെ രാജി. അതിനെല്ലാം ഏറ്റവും പ്രധാനം നീറ്റ് പരീക്ഷാ ക്രമക്കേടാണ്. നിലവിൽ ഒരു പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലാണ് സർക്കാർ കൊണ്ടുവരുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ച ഇപ്പോൾ ലോക്സഭയിൽ ആരംഭിച്ചിരിക്കുന്നു. ബഹളമയമായാണ് ചർച്ച തുടങ്ങിയത്. നേരത്തെ 12 മണിക്ക് ചർച്ച തുടങ്ങാം എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് 2 മണിവരെ തുടരുകയായിരുന്നു. 2 മണിക്ക് തന്നെ ലോക്സഭയും രാജ്യസഭയും ആരംഭിച്ചു. പക്ഷേ രാജ്യസഭ ബഹളത്തെ തുടർന്ന് ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ രാജ്യസഭ വീണ്ടും സമ്മേളിക്കും. ഇപ്പോൾ ലോക്സഭയിലാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ബഹളത്തോടു കൂടി തന്നെയാണ് ലോക്സഭയിലും നടപടികൾ തുടങ്ങിയത്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കെ സി വേണുഗോപാൽ, ഇതിൽ കോൺഗ്രസിന്റെ പല ചോദ്യങ്ങൾക്കും ഇനി ഉത്തരം കിട്ടാനുണ്ട്. വിദ്യാർത്ഥികളെ പെല്ലറ്റ് കൊണ്ട് ആക്രമിച്ച രീതിയിൽ ആഭ്യന്തരമന്ത്രി സഭയിൽ പ്രസ്താവന നടത്തണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ ഈ ഒരു ചർച്ച നടക്കുമ്പോഴും അമിത്ഷായും പ്രധാനമന്ത്രിയും, അതായത് ഏറ്റവും നിർണായക സ്ഥാനത്തിരിക്കുന്ന ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും സഭയിൽ ഇല്ലാത്തത് എന്തുകൊണ്ട് എന്ന ഏറ്റവും സുപ്രധാനമായ ചോദ്യം കോൺഗ്രസ് ഇപ്പോൾ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നൊരു പ്രതികരണം, ചർച്ച 10 മണിക്കൂർ നീട്ടാൻ സർക്കാർ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ കിരൺ റിജിജു അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 6 മണിക്കൂർ നേരത്തേക്കാണ് ചർച്ച നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പാർലമെന്റിൽ ഇപ്പോൾ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. രാജ്യസഭ ബഹളം മൂലം പിരിഞ്ഞിരിക്കുന്നു. നാളെയായിരിക്കും ഇനി രാജ്യസഭ സമ്മേളിക്കുക. ലോക്സഭയിലാണ് ഇപ്പോൾ നടപടികൾ നടക്കുന്നത്. അവിടെയും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അഭാവം കോൺഗ്രസ് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്.